നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കോൺഗ്രസ് മെല്ലെ മെല്ലെ BJP ആയി മാറുകയാണ്. രാഹുൽ ഗാന്ധി എന്ത് സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകുന്നത്? കേരളത്തിൽ ആഞ്ഞടിച്ച് രംഗത്ത് വന്നിരിക്കുന്ന പിണറായി വിജയനാണ്. ഒരു കാലത്ത് ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായിരുന്നു കോൺഗ്രസ്. മെല്ലെ മെല്ലെ കോൺഗ്രസ്സുകാരെല്ലാം BJP-ക്കാരായി മാറുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നതാണിത്. ഓരോ ഘട്ടത്തിലും സ്വന്തം നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതിന് പകരം RSS നിലപാട് ഉയർത്തിപ്പിടിക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചതെന്നാണ് പിണറായി വിജയൻ പറയുന്നത്. കോൺഗ്രസ് ആണ് BJP-ക്ക് ഭരിക്കാൻ അവസരമൊരുക്കി കൊടുക്കുന്നത്. ഏക സിവിൽ കോഡ് വിഷയത്തിൽ ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് മന്ത്രി അതിനെ സ്വാഗതം ചെയ്തു. പാർലമെന്റിൽ ശക്തമായി പ്രതികരിക്കുന്ന കോൺഗ്രസിനെ കാണാൻ കഴിഞ്ഞിട്ടേയില്ല. കേന്ദ്ര സർക്കാർ ഡൽഹിയിലെ കെജ്രിവാളിന്റെ സർക്കാരിനെതിരായ നടപടികൾ കനപ്പിച്ചപ്പോൾ അതിൽ സുപ്രീം കോടതി ഇടപെട്ടു. കേന്ദ്ര നിലപാട് തെറ്റാണെന്ന് കോടതിയിൽ പറഞ്ഞു. എന്നാൽ കോടതി വിധി അട്ടിമറിക്കാൻ കേന്ദ്ര സർക്കാർ ഓർഡിനൻസ് ഇറക്കിയതിനെ രാജ്യമാകെ എതിർത്തെങ്കിലും ഒരക്ഷരം സംസാരിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല എന്നും പിണറായി വിജയൻ പറയുന്നു. അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയപ്പോൾ ഹിമാചലിലെ കോൺഗ്രസ് സർക്കാർ പൊതു അവധി പ്രഖ്യാപിച്ചു. തെലങ്കാനയിലെ കോൺഗ്രസ് നേതാവ് പറഞ്ഞത് അധികാരത്തിലെത്തിയാൽ അവിടെ രാമക്ഷേത്രം നിർമ്മിക്കുമെന്നാണ്. കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ആ ദിവസം പ്രത്യേക പൂജ നടത്താൻ ഉത്തരവിട്ടു. വെള്ളിയുടെ ഇഷ്ടിക കൊടുത്തയച്ചവരുമുണ്ട്. രാഹുൽ ഗാന്ധി ആ ദിവസം പ്രത്യേകം ഭജനമിരിക്കാൻ തീരുമാനിച്ചു. രാഹുൽ ഗാന്ധിക്കെതിരെ വിവിധ സ്ഥലങ്ങളിൽ കേസുണ്ടെന്നാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അതിൽ രാമക്ഷേത്രത്തിൽ കയറാൻ ശ്രമിച്ചതിനുള്ള കേസുണ്ടോ എന്ന് അദ്ദേഹം പരിശോധിക്കണം. മണിപ്പൂർ വിഷയത്തിൽ ആനി രാജ പ്രതികരിക്കാൻ മുന്നിലുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയോ മറ്റേതെങ്കിലും കോൺഗ്രസ് നേതാക്കളോ അവിടെ ഉണ്ടായിരുന്നോ? CAA വിഷയത്തിൽ CPM-ന്റെയും CPI-യുടെയും നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. എന്നാൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരന്റെ പേര് അതിലുണ്ടോ? കേരളത്തിൽ കൂട്ടായ പ്രതിഷേധത്തിൽ കോൺഗ്രസ് പങ്കെടുക്കാതിരുന്നത് കേന്ദ്ര നേതൃത്വം ഇടപെട്ടതിനാലാണെന്നാണ് കരുതുന്നത്. ജയിലിൽ പോകാൻ ഭയന്നിട്ടാണ് നേതാക്കൾ BJP-യിൽ പോകുന്നതെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഇത്തരം പ്രസ്താവനയിലൂടെ എന്ത് സന്ദേശമാണ് നൽകുന്നത്? കോൺഗ്രസ് ഭരിക്കുമ്പോൾ അന്യായമായി എത്ര പേരെ ജയിലിൽ അടച്ചിട്ടുണ്ട്? എന്നിട്ട് അവർ ആരെങ്കിലും പാർട്ടി മാറിയോ എന്നും പിണറായി ചോദിക്കുന്നു. ഏതായാലും പിണറായി ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ പ്രസക്തമാണെങ്കിൽ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ കോൺഗ്രസുമായി ചേർന്ന് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാകുന്നത്? അങ്ങനെയെങ്കിൽ താമസിയാതെ, അതായത് BJP-യെ സപ്പോർട്ട് ചെയ്യുന്ന കോൺഗ്രസിനൊപ്പം ചേരാൻ കഴിയുമെങ്കിൽ എന്നാൽ പിന്നെ BJP-യെ നേരിട്ട് പിണറായി വിജയന് സപ്പോർട്ട് ചെയ്തുകൂടെ എന്നാണ് പിണറായി വിജയൻ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. പിണറായി വിജയൻ ഒരു വലിയ ലിസ്റ്റ്, അതായത് കുറ്റപ്പെടുത്തൽ ലിസ്റ്റ് കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുമ്പോൾ മൃദു സമീപനമാണെന്ന് പറയുകയും ഒരുമിച്ച് നിൽക്കുകയും ചെയ്യുന്നു. ഇത് പിണറായി വിജയന്റെ ഇരട്ടത്താപ്പല്ലേ? പിന്നെ എങ്ങനെയാണ് BJP-യെ സപ്പോർട്ട് ചെയ്യുകയും BJP-ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരും മെല്ലെ മെല്ലെ കോൺഗ്രസ്സുകാർ BJP-യിലേക്ക് മാറുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അങ്ങനെ ഒരാളെ പിണറായി വിജയന് സപ്പോർട്ട് ചെയ്യാൻ കഴിയുക? ഏതായാലും പിണറായി വിജയൻ ഇപ്പോൾ CAA, മതസൗഹാർദ്ദം, ചില വിഷയങ്ങൾ എടുത്തെടുത്ത് പറയുന്നുണ്ട്. അത് പിണറായി വിജയൻ രാഷ്ട്രീയ ലാഭം നോക്കി മാത്രം ചെയ്യുന്നതാണെന്ന് നമുക്ക് അറിയാത്തതല്ല. ഏതായാലും പിണറായി വിജയന്റെ അടവ് കയ്യിലിരിക്കുകയുള്ളൂ. ഒരുമിച്ച് പരസ്പരം ഒരു സംസ്ഥാനത്ത് പോരടിക്കുകയും അത് കഴിഞ്ഞ് ഒരുമിച്ച് കൈകൊടുത്ത് പിരിയുകയും ചെയ്ത പിണറായി വിജയന്റെ വേല എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. കേരളത്തിൽ എല്ലാവർക്കും ബുദ്ധിയും വിവരവും ഉള്ളവരുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കും എന്നേ പറയാനുള്ളൂ.